എങ്ങും ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. രാജ്യത്തിന് നാനാഭാഗത്തു നിന്നും എത്തിയവർ പുണ്യാത്മാവിന്റെ ഖബറിടം സന്ദർശിക്കാൻ തിരക്ക് കൂട്ടുകയാണ്. ദർഗാ ഷരീഫിന്റെ കവാടത്തിന് കിലോമീറ്റർ അകലെ നിന്ന് കാൽനടയായി വേണം സഞ്ചരിക്കാൻ. വൃദ്ധരായവർക്കും സ്ത്രീകൾക്കും കുതിരവണ്ടികളെ ആശ്രയിക്കാം. വഴിയിൽ ഇരുവശത്തും റോസാപ്പൂ കച്ചവടക്കാരാണ്. ദർഗയിൽ നേർച്ചയായി പുതപ്പിക്കാനുള്ള ചാദറുകൾ വിൽക്കുന്ന സ്റ്റാളുകളും നിരവധി. ചുവന്ന നിറത്തിലുള്ള റോസാ പുഷ്പങ്ങൾ മാത്രമേ ദർഗാ ഷരീഫിൽ സമർപ്പിക്കാനാകൂ. ഞങ്ങൾ തിരക്കിലൂടെ മുന്നോട്ട് നീങ്ങി.
ദർഗാ ഷെരീഫിലേക്കുള്ള പ്രധാന കവാടമായ നിസാം ഗേറ്റാണിത്. ഈ ഗേറ്റിന് പുറത്ത് പാദരക്ഷകൾ അഴിച്ചു വയ്ക്കണം. തുടർന്ന് രണ്ടാം കവാടമായ ഷാജഹാനി ഗേറ്റിലെത്തും. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ പണി കഴിപ്പിച്ചതുകൊണ്ടാണ് ഈ കവാടത്തെ ഷാജഹാനി ഗേറ്റ് എന്ന് വിളിക്കുന്നത്. മൂന്നാം ഗേറ്റ് ബുലാന്ത് ദർവാസയാണ്. ദർഗാ മാർക്കറ്റിൽ നിന്നും ബുലാന്ത് ദർവാസയിലേക്ക് പ്രവേശനം ലഭ്യമാകുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി. മാർച്ച് ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഉറൂസ് ആഘോഷവേളയിൽ ഈ കവാടത്തിന് മുകളിൽ പ്രത്യേക കൊടി നാട്ടാറുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രാർത്ഥനാ സമയമായിരുന്നു. ഭക്തജനങ്ങൾ ആരാധനയോടെ പരമകാരുണികനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി സകലതും മറന്ന് പ്രാർത്ഥിക്കുന്നു. ബുലാന്ത് ദർവാസ് കഴിഞ്ഞ് അകത്ത് പ്രവേശിച്ചാൽ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാണാം. ആബാലവൃദ്ധം ജനങ്ങൾ ദേശാന്തരങ്ങളില്ലാതെ മഹാനായ ആ സൂഫി വര്യന്റെ ഓർമ്മകളിൽ ലയിക്കുന്നു. যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে, তবে একলা চলো একলা চলো একলা চলো একলা চলো রে, তবে একলা চলো একলা চলো একলা চলো একলা চলো রে।